ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 14 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടാണ് 14 പഠിച്ചു. ഇനി 15 എന്താണെന്ന് നോക്കൂ. 15 രേഖാങ്കിത പദാനി ബഹുവചനെ പരിവർത്തയതോ. രേഖാങ്കിതം എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർലൈൻ ചെയ്തത്. രേഖാങ്കിത പദാനി, പദം പദേ പദാനി, പദാനി എന്ന് പദങ്ങൾ, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പദങ്ങൾക്ക് എന്ത് ചെയ്യണം? ബഹുവചനെ അവ ബഹുവചനത്തിലോട്ട് മാറ്റുക. അപ്പോൾ അത് മാത്രം ബഹുവചനത്തിൽ മാറ്റിയാൽ പറ്റില്ല. അത് മാറുമ്പം വേറെ എന്തെങ്കിലും ഇടത്തൊക്കെ മാറ്റം വരാം. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പം അത് ബഹുവചനത്തിലാക്കുക എന്നുള്ളത്. ഒന്നാമത്തത് മൂഢേന പാഷാണഖണ്ഡേ രത്നസജ്ഞ വിധീയതേ. മൂഢേന, മൂഢൻ എന്ന് പറഞ്ഞാൽ മൂഢൻ, മണ്ടൻ, വിഡ്ഢി എന്നൊക്കെ ഉള്ളത്. മൂഢേന ഏത് വിഭക്തിയാണ്? തൃതീയ ഏകവചനമാണ്. മൂഢനാൽ. പാഷാണഖണ്ഡേ, പാഷാണഖണ്ഡം എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ കഷ്ണം, പീസ് ഓഫ് റോക്ക്. പാഷാണഖണ്ഡേ അത് സപ്തമി ഏകവചനം. പാഷാണഖണ്ഡത്തിൽ രത്നസജ്ഞ, രത്നം ആണ് എന്ന് വിധീയതേ, വിധിക്കുന്നു. പാഷാണഖണ്ഡം കാണിച്ചിട്ട് ഇത് രത്നമാണ് എന്ന് വിധിക്കുകയാണ്. ആരാണ്? മൂഢൻ. അപ്പോൾ ഇതിനെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് മൂഢേനയാണ്. അപ്പോൾ മൂഢേന ഇവിടെ പറഞ്ഞത് എന്താ? ഏകവചനമാണ്, തൃതീയ ഏകവചനമല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മൂഢേന എന്നുള്ളത് എന്താവും? മൂഢേന, മൂഢാഭ്യാം, മൂഢൈഹി. അപ്പോൾ മൂഢൈഹി ആവണം അവിടെ. മൂഢൈഹി. പിന്നെ പാഷാണഖണ്ഡേ രത്നസജ്ഞ. അടുത്ത് നോക്കുക എന്താണെന്ന് വരുന്നത്? രത്നസജ്ഞ. ഇവിടെ മൂഢൈഹിയാണ് ബഹുവചനമായതുകൊണ്ട് ഇതെന്താ? ഏകവചനമല്ലേ? വിധീയത്തെ, ആത്മനേപതിയാണല്ലേ? വിധീയത്തെ. അതിൻ്റെ ബഹുവചനം എഴുതണം. വിധീയത്തെ, വിധീയേത്തെ, വിധീയന്തെയാണ്. അപ്പം വിധീയന്തേ, വിധീയന്തേ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത നോക്കിക്കോളൂ. വാഹനേ ജനഃ സഞ്ചരതി. വാഹനേ സപ്തമി ഏകവചനമാണ്. വാഹനങ്ങളിലല്ല, വാഹനത്തിൽ. ജനഃ ബഹുവചനം അല്ല അതവിടെ. ജനഃ, ജനൗ, ജനാഹ. അപ്പോൾ ജനാഹയാണ് അവിടുത്തെ ബഹുവചനം. ജനഃ ജനം, സഞ്ചരതി സഞ്ചരിക്കുന്നു. വാഹനേ ജനഃ സഞ്ചരതി, വാഹനത്തിൽ ജനം സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിനെ വാഹനേ എന്നാണ് അന്തരിച്ചത്. അപ്പം വാഹനേ എന്ന സപ്തമിയുടെ ബഹുവചനമാണ് വാഹനേഷു. അതാദ്യം എഴുതുക. വാഹനേഷു. ജനഃ എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണ്? ജനഃ, ജനൗ, ജനാഹ. ഇനി സഞ്ചരതി ജനഹ ആയപ്പോഴാണ് സഞ്ചരതി വന്നത്. ജനാഹ ആകുമ്പോഴോ സഞ്ചരന്തി ബഹുവചനം. സഞ്ചരന്തി ജനാഹ, വാഹനേഷു ജനാഹ സഞ്ചരന്തി. അടുത്തത് അസ്മാത് വൃക്ഷാത് മധുരം ഫലം അപതത്. അസ്മാത് വൃക്ഷാത്. ഈ വൃക്ഷാത്ത് എന്നൊക്കെ അറിയാതെ പഞ്ചമി ഏകവചനമാണ്. പഞ്ചമിയുടെ അർത്ഥം എന്താ? അതിൻ്റെ പ്രത്യേകം അതിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം. അപ്പോൾ വൃക്ഷാത്, അസ്മാത് വൃക്ഷാത്. ഈ വൃക്ഷത്തിൽ, അസ്മാത്തും അതെന്തായിത്തീരണം? അതും പഞ്ചമി തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അസ്മാത് വൃക്ഷാത്, ഈ വൃക്ഷത്തിൽ നിന്ന് മധുരമായ ഫലം, പഴം. അപതത് വീണു. അത് പാസ്റ്റ് ടെൻസ് ആണ്, ലങ് ആണ്. അപതത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫലത്തിലാണ്. അപ്പോൾ ഇവിടെ നോക്കൂ. അസ്മാത് വൃക്ഷാത്, അതിനകത്തൊരു മാറ്റം വേണ്ട. അസ്മാത് വൃക്ഷാത് തന്നെ. അസ്മാത് വൃക്ഷാത്. ഇനി അടുത്ത നോക്കിക്കോളൂ. മധുരം ഫലം. ഫലത്തിൻ്റെ വിശേഷണമാണ് മധുരം എന്നുള്ളത്. അപ്പം ഫലം മാറുമ്പോൾ ഫലത്തിൻ്റെ ബഹുവചനം എന്തായി മാറും? ഫലം, ഫലേ, ഫലാനി ആണ്. അങ്ങനെ ആകുമ്പോൾ വിശേഷണം എന്ത് തന്നെയാകണം? അതും ബഹുവചനം തന്നെ ആയിരിക്കണം. അപ്പോൾ മധുരാണി, മധുരം, മധുരേ, മധുരാണി. അപ്പം മധുരാണി ഫലാനി, മധുരാണി ഫലാനി, മധുരാണി ഫലാനി. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ.
രേഖാങ്കിത പദാനി ആധാരീകൃത്യ വരയിട്ടിട്ടുള്ള പദങ്ങൾ ആധാരീകൃത്യ അധികരിച്ച് പ്രശ്ന നിർമ്മാണം കുരുത. പ്രശ്ന നിർമ്മാണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ, മേക്ക് ക്വസ്റ്റ്യൻസ്. അതായത് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതായിരിക്കണം ആ ക്വസ്റ്റ്യനിൽ വരിക, അതിൻ്റെ ആൻസർ വരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നാണ്. ഒന്നാമത്തെ വിദ്യാഹീനാഹ പുത്രാഹ ന ശോഭന്തെ. വിദ്യാഹീനാഹ വിദ്യയില്ലാത്തവർ, അത് ബഹുവചനമാണ്. വിദ്യാഹീനാഹ ആരെ? പുത്രാഹ പുത്രന്മാർ. ന ശോഭന്തെ ശോഭിക്കുന്നില്ല, നന്നാവുന്നില്ല, നന്നായി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വിദ്യാഹീനരില്ലേ, അപ്പോൾ അത് വരത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം? ഇപ്പോൾ പുത്രാഹ ന ശോഭന്തെ, പുത്രന്മാർ ശോഭിക്കുന്നില്ല. എങ്ങനെയുള്ള പുത്രന്മാർ എന്ന് വേണ്ടേ വരാൻ? അപ്പം എങ്ങനെയെന്നുള്ളതാണ് കീദൃശാഹ, ഏത് തരത്തിലുള്ളത്? കീദൃശാഹ. കീദൃശാഹ എന്ന് വരാൻ കാരണം ബഹുവചനമാണ്. കീദൃശാഹ പുത്രാഹ ന ശോഭന്തെ. കീദൃശാഹ പുത്രാഹ ന ശോഭന്തെ. ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആയില്ലേ? കീദൃശാഹ പുത്രാഹ ന ശോ, ഏത് തരത്തിലുള്ള പുത്രന്മാരാണ് ശോഭിക്കാത്തത്? അടുത്തത് ശോകഃ ധൈര്യം നാശയതി. ശോകഃ, ശോകം ദുഃഖം. ധൈര്യം, ധൈര്യത്തെ ദ്വിതീയ വിഭക്തിയാണ്. ധൈര്യത്തെ നാശയതി നശിപ്പിക്കുന്നു. അപ്പോൾ ശോകം ധൈര്യത്തെ നശിപ്പിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ധൈര്യത്തെയാണ്. അപ്പോൾ ശോകം എന്തിനെ നശിപ്പിക്കുന്നു എന്നല്ലേ എഴുതേണ്ടത്? എന്തിനെ എന്നുള്ള ദ്വിതീയ വിഭക്തി. അപ്പോൾ ഇവിടെ ശോകഃ, ശോകഃ എന്നാദ്യം എഴുതുക. ശോകഃ, ഇപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കഹ കൗ കേ കിം അതൊക്കെ വരണം. അപ്പോൾ എന്തിനെ എന്നുള്ളതിന് അത് ഒരു നപുംസകലിംഗമല്ലേ എന്തിനെ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ധൈര്യത്തുള്ളതിൻ്റെ കിം ശബ്ദം വരുമ്പോൾ കിം കേ കാനിയാണ് പ്രഥമ, ദ്വിതീയ എഗെയിൻ കിം കേ കാനി. അപ്പോൾ ഇവിടെ എന്ത് വേണം? ശോകഃ കിം നാശയതി, എന്തിനെ നശിപ്പിക്കുന്നു. ശോകഃ കിം നാശയതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ശോകഃ കിം നാശയതി. ഇനി രാമഃ സീതാ ലക്ഷ്മണം ച ആശ്രമപദേ സ്ഥിതാഃ. രാമഃ രാമൻ, സീതാ ലക്ഷ്മണം ച, സീതാ ലക്ഷ്മണൻ ച എന്ന് പറയുമ്പോഴത്തേക്ക് അവർ 3 പേര് ആൻഡ് എന്നുള്ള അർത്ഥമാണ്. രാമനും സീതയും ലക്ഷ്മണനും ആശ്രമപദേ, ആശ്രമപദത്തിൽ, ആശ്രമത്തിൽ സ്ഥിതാഃ. ഇവിടെ ആശ്രമപദേ എന്നുള്ളത് സപ്തമി ഏകവചനമാണ് അല്ലേ? പക്ഷെ അവിടെ അതങ്ങനെ അല്ല നോക്കേണ്ട. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. രാമൻ സീത ലക്ഷ്മണനും ആശ്രമപദത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ അവിടെ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടേ? എവിടെ എന്നുള്ളത് പഠിപ്പിച്ചതിന് കുത്ര. അപ്പോൾ എന്ത് ചെയ്യണം? രാമഃ സീതാ ലക്ഷ്മണം, ലക്ഷ്മണശ്ച, ലക്ഷ്മണ പ്ലസ് ചായാണ് ലക്ഷ്മണൻ ച കുത്ര, കുത്ര സ്ഥിതാഃ, കുത്ര സ്ഥിതാഃ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. രാമനും സീതയും ലക്ഷ്മണനും എവിടെ നിൽക്കുന്നു? വൃക്ഷായുർവേദ മഹർഷി പരാശരേണ വിരചിത. വൃക്ഷായുർവേദ, വൃക്ഷായുർവേദം അത് മഹർഷി പരാശരേണ, മഹർഷിയായ പരാശരൻ, പരാശരൻ മുനി. പരാശരേണ എന്നുള്ള ഏത് വിഭക്തി വന്നു? തൃതീയ ഏകവചനം. പരാശരേണ വിരചിത, എഴുതപ്പെട്ടതാണ്. അപ്പോൾ വൃക്ഷായുർവേദം മഹർഷി പരാശരനാൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ പരാശരേണ തൃതീയ വിഭക്തിയാണ്. ആരാൽ എഴുതപ്പെട്ടു? വൃക്ഷായുർവേദം ആരാൽ എഴുതപ്പെട്ടു? അപ്പോൾ എങ്ങനെ പറയാം? വൃക്ഷായുർവേദ വൃക്ഷായുർവേദ. ഇതിന് പകരം എന്ത് ചെയ്യണം? ആരാൽ, തൃതീയ വരണം. കഹ കൗക്കേ, കം കൗക്കാൻ, കേന കാഭ്യാം കൈഹി. അപ്പം കേന, കേന ആരാൽ, വിരചിത എഴുതും, വിരചിത. ഇങ്ങനെയാണ് എഴുതുന്നത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈ രീതിയിൽ വളരെ പ്രയാസമുള്ളതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഇതിന് ഈ രണ്ട് നേരത്തെ പറഞ്ഞത് പ്രയാസമുള്ളതൊന്നും ചോദിക്കാറില്ല, സിമ്പിളേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. 2 തരത്തിൽ, ഇന്ന് പറഞ്ഞ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ കുറേ എഴുതിയൊക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.